ഇപ്പം മാഫിയ ശശി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൻ്റെ സ്റ്റണ്ട് ഡ്യൂപ്പ് അല്ലേ, സ്റ്റണ്ട് അസിസ്റ്റൻ്റായിട്ടൊക്കെ തുടരുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരെ പരിചയപ്പെടുന്നു. അപ്പോൾ സിനിമയിൽ ഇങ്ങനൊരു അപൂർവമായൊരു പുരസ്കാരം വന്നു ചേർന്നു. ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ഈ 12 കൊല്ലം കൊണ്ട് താങ്കൾ ഒരു വ്യാഴവട്ട കാലം കൊണ്ട് ഉണ്ടാക്കിയ ആളാണ്. അപ്പൊ എന്നിട്ട് എന്താണ് താങ്കൾക്ക് ഒരു സ്പേസ് കിട്ടിയില്ല എന്ന് പറയുന്നത്? അറിയില്ല. താങ്കളുടെ എനിക്കൊന്നും അറിയാം, താങ്കളുടെ സ്പേസ് ചിലപ്പം വരാനിരിക്കുകയായിരിക്കും. ശരിയാവും, ഇവിടെ നിന്നായിരിക്കും അതിന്റെ തുടക്കം. ഞാൻ പറഞ്ഞത് അറിയോ, ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ച് വൈകും, വരുമ്പോൾ ഒരു വരവങ്ങ് വരും, വലിയൊരു വരവ്. താങ്കൾ പൊതുവെ ഇങ്ങനെ ഈ ഒറ്റപ്പെടൽ അസുഖം ഉള്ളതുകൊണ്ട് ഈ ഫംഗ്ഷൻസിനൊന്നും പോകില്ല, പൊതുവേദിയിലൊന്നും താങ്കളെ കാണാറില്ല എന്നൊക്കെ പറയും, ശരിയാണോ? പോവാറില്ല. ഞാൻ എന്താണത് എനിക്കറിയില്ല. കുറെ ആൾക്കാർ കൂടുന്നിടത്ത് പോയി നിൽക്കാനുള്ള ഒരു ഷൈനസ് ആയിരിക്കും. ഷൈ ആണ്. ഇദ്ദേഹം കുട്ടിക്കാലത്തെ തന്നെ ഇങ്ങനെയായിരുന്നോ? കുട്ടിക്കാലത്ത് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ മടിയോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇയാൾ കുറച്ചുകൂടി ഒരു അകത്തേക്ക് ഉൾവലിയുന്നതായിട്ട് തോന്നുന്നു. അത് ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ടല്ലേ? അപ്പൊ അതിൽ എനിക്കൊന്ന് സിനിമയിൽ സജീവമായി വരുമ്പോ ഇവിടെ വീട്ടിനുള്ളിലേക്ക് കയറാനുള്ള ഒരു ടെൻഡൻസി അതുണ്ട്. അത് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും. പണ്ട് മറ്റേ തോട്ടിലും പാടത്തൊക്കെ ഓടിച്ചാടി നടക്കാനൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, മരത്തമ്മ കയറാനും മാങ്ങ പറിക്കാനും എല്ലാത്തിനും. പക്ഷെ ഇപ്പൊ കുറച്ച് മാക്സിമം വീടിനകത്ത് ഇരിക്കും. ഈ മരം കയറി നടന്ന ഒരാള് പെട്ടെന്ന് മരം വിട്ട് വീട്ടിനുള്ളിലേക്ക് കയറുന്നതിന്റെ കാര്യം അത് ഈ പടം ഇപ്പൊ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു തോന്നൽ ആരെങ്കിലും കാണുമോ, എന്നെ തിരിച്ചറിയോ, അതൊരു പേടിയായിട്ട് മാറിയിരിക്കുക. ഞങ്ങൾ പറയുന്നത് പേടിക്കേണ്ട കാര്യമില്ല, അഭിമാനിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞാലും പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴും ഇപ്പൊ എറണാകുളത്തേക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും വേണ്ട, ഞാൻ ബസ്സിന് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരു ഷാൾ എടുത്ത് മൊത്തം മൂടി മാസ്കും വെച്ച് ബസ് കയറി പോരുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെ പോരുള്ളൂ. ആണോ? അങ്ങനെ ആളിൽ തിരിച്ചറിയുന്ന താല്പര്യമില്ലേ, അതോ പേടിയാണ്? അതുകൊണ്ടല്ല, എനിക്ക് അവിടെ ആ ഒരു സ്പേസിൽ പെരുമാറാൻ അറിയില്ല എന്ന്, എങ്ങനെ പെരുമാറുന്നുള്ളൊരു അതെനിക്കൊന്നത് ഒരു തോന്നൽ മാത്രമാണെന്ന് തോന്നുന്നു. തോന്നലായിരിക്കും. മനസ്സിന് സൗഭാഗ്യമുള്ള ഒരു മനഃശാസ്ത്രജ്ഞയെ കാണുക. അവര് പറഞ്ഞിരുന്നു എന്റെ കാര്യം. ഈ പൈസ എല്ലാം കൂടെ കിട്ടിയിട്ട് എന്ത് ചെയ്യും? പൈസ ആവശ്യമുണ്ടോ ഇപ്പോ? എന്തിനാ പൈസ ഇപ്പൊ വേണ്ടത്? അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താ? എന്റെ വീടിന്റെ അടുത്തൊരു എന്റെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ഇങ്ങനെ തെങ്ങിന്ന് വീണിട്ട് അരക്കുന്ന കീഴ്പിട്ട് തളർന്നിരിക്കുന്നുണ്ട്. 3 കുട്ടികളുണ്ട് അവർക്ക്, ചെറിയ കുട്ടികളാ. അപ്പൊ അവർക്ക് ഇങ്ങനെ പുറത്തുനിന്നുള്ള സഹായം കൊണ്ട് ഒരു വീടൊക്കെ വെച്ച് കിട്ടി, അങ്ങനെ ചെയ്യും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണം. താങ്കൾക്ക് ജീവിതത്തിൽ എന്താകാനായിരുന്നു ആഗ്രഹം ഈ സിനിമ കഴിഞ്ഞാൽ? സോഷ്യൽ പ്രവർത്തനമാണ് എനിക്ക്. സാമൂഹ്യ പ്രവർത്തനമാണ്. അവസരം കിട്ടിയോ ജീവിതത്തില്? അവസരങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റാവുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ഡ്യൂപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഒരു വേണ്ടുന്ന പരിഗണന ലൊക്കേഷനിൽ കിട്ടുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അത് റിയാക്ട് ചെയ്യുമോ? അപ്പോ ഇല്ല, ഒന്നുമില്ല. റിയാക്ട് ചെയ്തില്ല? ഇല്ല. എങ്ങനെ ഫീൽ ചെയ്തു? അല്ല, അത് ഓരോ കാറ്റഗറി ആണല്ലോ. അപ്പൊ ആ കാറ്റഗറിയിൽ അവർ കാണുന്നതല്ലേ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അത് അവിടെ നിന്ന് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ഞാൻ വെക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ തന്നെ നിന്ന് പോകരുത്. ഞാൻ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് വെച്ചാലല്ലേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. മനസ്സിലായി. നമ്മൾ ആ സീരിയലിൽ നമ്മുടെ നിറം വെച്ചിട്ട് പ്രശ്നം ഉണ്ടായല്ലോ, അതിനുശേഷം പിന്നെ ഓരോരുത്തർ വിളിക്കുമ്പോഴും പറയും ഞാൻ അത്രയും വെളുത്ത ആളല്ല എന്ന് അഡ്വാൻസ് ആയിട്ട് ജാമ്യം എടുക്കാറുണ്ടെന്ന് കേട്ടു. എന്തിനാ അങ്ങനെ? പ്രജേഷനോടും പറഞ്ഞു. പ്രജേഷ് സാർ പറഞ്ഞു, എനിക്ക് എന്റെ പടത്തിന് കളറല്ല ആവശ്യം, എനിക്ക് ഈ കളർ ടോണുള്ള ആളാണ് ആവശ്യം, എനിക്ക് പെർഫോം ചെയ്യുന്ന ഒരാളെ ആവശ്യമുള്ളൂ, ആ ക്യാരക്ടറിന് എന്താണോ വേണ്ടേ അതാണ്, അതിനകത്ത് കളർ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സമാധാനമായി. എന്നിട്ട് ഞാൻ കാണാൻ പോകുന്നേക്ക് മുന്നേ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാർ എന്റെ ഫോട്ടോയിൽ കാണുന്നതല്ല, ഫോട്ടോ ഒന്നും ചെയ്തിട്ടൊന്നുമല്ല, വർക്കൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചിലപ്പോ അതുകൊണ്ടായിരിക്കും. അപ്പോ സാറ് പറഞ്ഞു കുഴപ്പമില്ല, വന്ന് കാണാമെന്ന് പറഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോ സാർ ഇത് പറഞ്ഞു, കളറ് കുഴപ്പമില്ല, എനിക്ക് ഈ കളറാണ് ആവശ്യം, ഓക്കെ ആണ്. ഈ മാസ്റ്റർ ഒരു കാര്യം പറഞ്ഞല്ലോ, ദ സീക്രട്ട് ഓഫ് വുമൺ ചെയ്തതിനു ശേഷമേ ഇനി ഡ്യൂപ്പായിട്ട് അഭിനയിക്കണ്ട എന്ന് പറഞ്ഞു. കാര്യം നല്ലൊരു അഭിനേത്രിയുടെ ഒരു വേഷം കിട്ടി, ഒരു ബ്രേക്കായി, അപ്പൊ ഇനി അഭിനയിക്കണ്ടെന്ന് പറഞ്ഞു ഡ്യൂപ്പായിട്ട്. അത് അഭിനയിക്കാൻ പോയി തുടങ്ങിയപ്പോ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചിരിക്കുകയാണെങ്കിൽ ആ സമയത്തായിരിക്കും നല്ലൊരു ഓഫർ വരുന്നത്. എന്ത് വർക്ക് ചെയ്താലും എനിക്ക് എന്തെങ്കിലും പറ്റാറുണ്ട്. അപ്പോ ആ സമയത്ത് ഇതുവരെ അപകടം പറ്റാത്ത ഒരു ഡ്യൂപ്പ് ചെയ്തിട്ടേ ഇല്ല. റെക്കോർഡാ, വേൾഡ് റെക്കോർഡാണ്. പറ്റിയിരിക്കും അല്ലേ? പറ്റിയിരിക്കും. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഫേസിനൊന്നും പറ്റില്ല. നമ്മുടെ ഷോൾഡർ, കാർ ആക്സിഡന്റ് ഒക്കെ ചെയ്യുമ്പോ നമ്മള് വണ്ടിയിലൊക്കെ തട്ടും. കാർ ആക്സിഡന്റ് എങ്ങനെയാ ചെയ്യുന്നത്? വണ്ടി വന്ന് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോ അവര് റോപ്പിൽ നമ്മളെ പൊക്കും. പൊക്കി നമ്മള് കറങ്ങി വണ്ടിയുടെ അപ്പുറത്തൂടെ ചെന്ന് വീഴും. ചിലപ്പോ വണ്ടിയുമ്പോ തട്ടി ഒക്കെ നമുക്ക് അപകടം പറ്റും. അപ്പൊ ഷോൾഡർ തട്ടോ കാല് തട്ടോ ഒക്കെ ചെയ്യും. അപ്പൊ ഇതൊരു ടൈമിംഗ് അല്ലേ? ഒരു വലിച്ചു കയറുന്നത് തെറ്റിയാ വണ്ടി വന്നിടിക്കും. അതെ. അപ്പൊ മാഫിയ ശശികളിലേക്ക് വന്നാൽ മാസ്റ്റർ പറഞ്ഞു എന്താ വേറെ ഒന്നുമല്ല, ഇനിയിപ്പോ
ചെറിയ നല്ല നല്ല ക്യാരക്ടറുകൾ വരുന്നുണ്ട്, അപ്പോൾ നീ അതിൽ ശ്രദ്ധിക്കുക, ഡ്യൂപ്പ് ചെയ്യല് അധികം വേണ്ട, വല്ലതും പറ്റി പോയാലോ എന്നൊരു പേടിയായി. പിന്നെ എന്നാലും സാറ് മാസ്റ്റർ തന്നെയാണ് ഇപ്പോൾ ബാന്ദ്രയിൽ വിളിച്ചത്, വേറെ ആരും വരാനില്ല ചെയ്യാൻ. ഇത്രയും ഹൈറ്റിൽ നിന്നായതുകൊണ്ട് ആർക്കും മേലോട്ട് കയറ്റി ചാടിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്ക് നല്ലൊരു അപകടം പറ്റി. എനിക്ക് കാല് തട്ടി, പിന്നെ ഇങ്ങനെ ബട്ടക്സ് ഇങ്ങനെ എന്തോ സെൻസൈഡിലാണോ എന്തിലോ തട്ടിയെന്ന് അറിയില്ല, ഇങ്ങനെ തട്ടി ഇങ്ങനെ ഇരുന്ന് അങ്ങ് പോയി. അപ്പൊ അങ്ങനെ ഞാൻ 1-2 ആഴ്ച ഇരിക്കാനും കിടക്കാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. അങ്ങനെ പെയിൻഫുൾ ആയിരുന്നു അത്.